പേഷ്യന്റ് കൊളാപ്സ് ആവാം. അപ്പൊ നമ്മൾ ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിനെ തട്ടി വിളിച്ചു നോക്കാം. ചേട്ടാ ചേട്ടാ വിളിച്ചു നോക്കാം. പേഷ്യന്റ് റെസ്പോണ്ടിങ് ആണോ എന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ തട്ടി വിളിക്കും, ശക്തമായിട്ട് തോളിൽ രണ്ട് കൈയിലും തട്ടി വിളിക്കുമ്പോൾ പേഷ്യന്റ് റെസ്പോണ്ടിങ് ആണോ എന്ന് നോക്കും. അപ്പൊ പേഷ്യന്റ് റെസ്പോണ്ടിങ് ആണെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റ് മൂടും, അല്ലെങ്കിൽ ചിലപ്പോൾ എണീക്കും, ആ സമയത്ത് ചിലപ്പോൾ എണീക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും പേഷ്യന്റ് റെസ്പോണ്ടിങ് ആണോ അല്ലയോ. ഇനി പേഷ്യന്റ് റെസ്പോണ്ടിങ് ആണെങ്കിൽ ഉടനെ പേഷ്യന്റ് എണീപ്പിച്ച് വിടുവാന്നോ ചെയ്യുന്നത് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പല റീസൺസ് വഴി വരാം. പേഷ്യന്റ് റെസ്പോണ്ടിങ് ആണെങ്കിൽ കാർഡിയാക് അറസ്റ്റ് അല്ല, ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് അല്ല നമുക്ക് ഉറപ്പിക്കണം. പക്ഷെ പിന്നെ എന്തായിരിക്കും, ചിലപ്പോൾ ബി പി ആയിരിക്കും. നമ്മൾ പേഷ്യന്റിനെ വിട്ടിട്ട് പോകണോ അല്ല, നമ്മൾ ചെയ്യേണ്ടത് കാലില്ലേ, കാല് ജസ്റ്റ് ഒന്ന് ഉയർത്തി വെക്കുക. ഇപ്പൊ ഷുഗർ ആണെങ്കിലും സീഷർ ആണെങ്കിലും വാട്ടറോ മേബി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ പേഷ്യന്റെ ലെഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തി വെക്കുക. അങ്ങനെ ഉയർത്തി വെക്കുമ്പോൾ സംഭവം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ബി പി മൂലമാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയും. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈക്ക് വരാൻ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങോട്ട് പോകും, താഴോട്ട് ലോവർ പാർട്ടിലോട്ട് പോകും, കാലിലോട്ടും ഒക്കെ പോകും. അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക, പെട്ടെന്ന് പേഷ്യന്റ് കൊളാപ്സ് ആവും. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞത്, കാല് ഉയർത്തി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സർക്കുലേഷൻ എങ്ങോട്ട് തിരിച്ചു വരും, ബ്രെയിനിലോട്ട് തിരിച്ചു വരും. അപ്പൊ അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റ് ചിലപ്പോൾ ബി പി കുറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ നോർമൽ ആവും. പേഷ്യന്റ് മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക, അതൊക്കെ പേഷ്യന്റ് വണ്ടി കയറ്റി വിടുക. സപ്പോസ് രണ്ടാമത്തെ കാര്യം, നമ്മൾ തട്ടി വിളിച്ചു, ചേട്ടോ ചേട്ടോ വിളിച്ചു, പക്ഷെ പേഷ്യന്റ് റെസ്പോണ്ടിങ് അല്ല. പേഷ്യന്റ് റെസ്പോണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുക. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേഷ്യന്റെ പൾസ് ചെക്ക് ചെയ്യുക. പൾസ് മാത്രമല്ല, അതിന്റെ റെസ്പിറേഷൻ നമ്മൾ നോക്കണം. എങ്ങനെയാണ് പേഷ്യന്റെ പൾസ് ചെക്ക് ചെയ്യുക? പേഷ്യന്റ് പൾസ് ചെക്ക് ചെയ്യുന്നത്, ഇതാണ് പേഷ്യന്റ് എങ്കിൽ ഇതാണ് പേഷ്യന്റ്. അപ്പൊ പേഷ്യന്റ് അടുത്ത് വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തട്ടി വിളിച്ച് റെസ്പോണ്ടിങ് അല്ല. സെക്കൻഡ് സ്റ്റെപ്പ് കരോട്ടിഡ് പൾസ്. കരോട്ടിഡ് പൾസ് വെച്ചാൽ നമ്മുടെ ഈ നെക്കില്ലേ, ഈ നെക്കിന്റെ അവിടെ നമ്മൾ താഴോട്ട് കൈ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആഡംസ് ആപ്പിൾ ഒരു ജസ്റ്റ് ഒരു പ്രോമിനൻസ് നമുക്കാണ്, ഒരു എല്ല് പോലത്തെ സ്ഥലം നമുക്ക് ഫീൽ ചെയ്യും. ആ ബോണിന്റെ വൺ സൈഡ് റൈറ്റിലോട്ടോ വൺ സൈഡ് ലെഫ്റ്റിലോട്ടോ നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് സ്ലൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഒരു പൾസ് കിട്ടും. ആ പൾസ് ആണ് കുറച്ച് പാടാണ് കിട്ടാൻ വേണ്ടി, പക്ഷെ നമുക്ക് കുറച്ച് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ആ പൾസിന് പറഞ്ഞ പേരാണ്, ഇവിടെ ഒരു പ്രോമിനൻസ് ഉണ്ട്, ആ പ്രോമിനൻസിന്റെ വൺ സൈഡ് റൈറ്റ് ഓർ വൺ സൈഡ് ലെഫ്റ്റ്. നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഗ്രൂവ് പോലെ, ഒരു കുഴി പോലെ കാണാം. അവിടെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പൾസ് കിട്ടും. ഈ പൾസ് നോക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, നമ്മള് അതിന്റെ കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ഫീൽ ചെയ്യാൻ ഒരേ സമയം മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് കരോട്ടിഡ് പൾസ് ഫീൽ ചെയ്യുന്നു, രണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഈ അബ്ഡോമിനൽ മൂവ്മെന്റ്സ് നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ അബ്ഡോമിനൽ മൂവ്മെന്റ്സ് നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ വയർ അനങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്, പേഷ്യന്റ് ബ്രീത്തിങ് ഉണ്ട് എന്നാണ് അർത്ഥം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഹെഡ് വെച്ചേക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും, ജസ്റ്റ് പേഷ്യന്റ് ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഫീലിംഗ് ആയിരിക്കും. അങ്ങനെ മൂന്ന് വഴിയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഫസ്റ്റ് കരോട്ടിഡ് പൾസ് നോക്കുക. കരോട്ടിഡ് പൾസ് നോക്കുന്നതിന്റെ കൂട്ടത്തിൽ we have to observe the abdomen, whether the abdomen is moving or not. At the same time, we have to check whether the patient is breathing by feeling a air in our face. ഇത് മൂന്നെണ്ണമാണ്. ഇത് ഒരേ സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സമയം എടുക്കാൻ പാടില്ല. നമ്മുടെ മെയിൻ പർപ്പസ് ഹാർട്ടിനെ റിയാക്ടിവേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ അവർ നിങ്ങളുടെ മനസ്സിലിരിക്കണം, ഡിലേ ആവാൻ പാടില്ല. അപ്പൊ ഇത് ചെയ്യുന്ന മൂന്നും കൂടെ ചെയ്യുന്നത് ഏകദേശം ഞാൻ ഇത്രയും നേരം എടുത്ത് പറഞ്ഞെങ്കിൽ ഒരു 5 സെക്കൻഡ്സിനകത്ത് ഈ പരിപാടി ചെയ്യാൻ നോക്കണം. 5 സെക്കൻഡ്സ് കിട്ടുന്നതിന് മാക്സിമം 10 സെക്കൻഡ്സ് താഴെ. ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് കിട്ടുന്നില്ല, അയ്യോ കരോട്ടിഡ് പൾസ് കിട്ടുന്നില്ല, അപ്പൊ ഇപ്പുറത്ത് നെറ്റി നോക്കും കരോട്ടിഡ് പൾസ് വരുന്നുണ്ടോ, പിന്നെ ഇപ്പുറത്ത് നെറ്റി ഒരു ആവശ്യം നിങ്ങൾ പ്രാവശ്യം ഫീൽ ചെയ്യുന്നു, രണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഡൗട്ട് ആണ് ഈ കരോട്ടിഡ് പൾസ് കിട്ടുന്നുണ്ടോ, എന്ത് ചെയ്യണം, യു ഹാവ് ടു മൂവ് ടു ദി നെക്സ്റ്റ് പാർട്ട്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം, ടൈം വേസ്റ്റ് ആകില്ല. രണ്ടാമത്തെ കാര്യം, കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ വൺ സൈഡ് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ടും വൺ സൈഡ് ലെഫ്റ്റിലോട്ടും നിങ്ങൾക്ക് ആ സാധനം ഫീൽ ചെയ്യാൻ പറ്റും. ബട്ട് വെരി ഇമ്പോർട്ടന്റ്, ഈ രണ്ട് സാധനം കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യുന്നത്. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇത് രണ്ടും കൂടെ വന്നിട്ട് നമ്മുടെ ഈ ബോണിന്റെ അവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല, കിട്ടത്തില്ല സാധനം, ഒരു സൈഡ് മാത്രം ഫീൽ ചെയ്യുക. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കി പേഷ്യന്റ് എന്താണ്, ഈ പറയുന്ന ബ്രീത്തിങ് ഇല്ല, പേഷ്യന്റ് കരോട്ടിഡ് പൾസ് ഇല്ല, നമുക്ക് ബ്രെത്തും സെറ്റ് ഫീൽ ആയില്ല എങ്കിലും നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആക്ടിവേറ്റ് എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് എമർജൻസി മാനേജ്, നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് വരുമ്പോൾ എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് 108 ആംബുലൻസ് ആണ്, 108 ആംബുലൻസ് ആണ്.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ബസ്സിൽ വെച്ചായിരിക്കും കൊളാപ്സ് ആവുക, അല്ലെങ്കിൽ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരിക്കും, ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്തായിരിക്കും. ഇവിടെ വെച്ചാണ് ഈ കൊളാപ്സ് ആവുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത് ചേട്ടൻ വിളിക്കുക, ചേട്ടാ 1 മിനിറ്റ് ഒന്ന് വരും, ഒന്ന് 108 വിളിക്കാൻ പറയണം. 108 ആംബുലൻസ് പെട്ടെന്ന് വിളിക്കും. ഇതാണ് ആക്ടിവേഷൻ ഓഫ് എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അവർ ആ സമയത്ത് 108 വിളിച്ചോട്ടെ, അവരൊന്നുകൂടെ ഓർമ്മിപ്പിക്കുക, നിങ്ങൾ നമ്മുടെ വഴിയിലോട്ട് തിരിച്ചു വരും. കാരണം നമ്മുടെ പേഷ്യന്റ് റിവൈവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ആക്കി 108 ആംബുലൻസ് വിളിച്ചു. 108 ആംബുലൻസ് വിളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റെപ്പ്. നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യന്റ് ഈ പറയുന്ന CPR സ്റ്റാർട്ട് ചെയ്യുന്നു. CPR കാർഡിയോ പൾമണറി റെസിറ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കാർഡിയാക് കംപ്രഷൻ എന്ന് പറയുന്നത്. എന്താണ് കാർഡിയാക് കംപ്രഷൻ? കാർഡിയാക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിനെ ഡയറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ആക്കുന്ന പ്രോസസ്സാണ് കാർഡിയാക് കംപ്രഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആക്ടിവേറ്റ് ആക്കുന്നത്? സാധാരണ എല്ലാവരും പറയുന്നുണ്ട് ഹാർട്ട് ഏത് സൈഡിലായിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ചിലർ വന്ന് ലെഫ്റ്റ് സൈഡ് പ്രസ് ചെയ്യുന്നതാണ്. തെറ്റാണ്. ലെഫ്റ്റ് സൈഡ് അല്ല പ്രസ് ചെയ്യേണ്ടത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ നമ്മൾ പ്രസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ റിബ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ചുമ്മാ ചെന്ന് ഈ പറഞ്ഞ റിബ്സിനകത്ത് പിടിച്ച് അമർത്തുമ്പോൾ സംഭവിക്കും, റിബ്സ് ഒടിയും. നമ്മൾ അഡീഷണലി പേഷ്യന്റിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിൽ ദാറ്റ് വിൽ കോസ് ഡാമേജ് ഓർ ഹാം ടു ദി പേഷ്യന്റ്. സോ ചെയ്യേണ്ടത് ഈ നടുക്ക് ഒരു ബോൺ ഉണ്ട്. ഈ നടുക്കുള്ള ബോൺ പറഞ്ഞാൽ സ്റ്റേർണം അല്ലെങ്കിൽ ചെസ്റ്റ് ബോൺ അല്ലെങ്കിൽ ഹാർട്ട് ബോൺ. ചെസ്റ്റ് ബോൺ, ഹാർട്ട് ബോൺ അല്ലെങ്കിൽ സ്റ്റേർണം. ഈ സ്റ്റേർണം ലൊക്കേറ്റ് ചെയ്യുക. സ്റ്റേർണം ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോമിനന്റ് ഹാൻഡ്, എന്റെ റൈറ്റ് ഹാൻഡ് ഡോമിനന്റ് ഹാൻഡ് ആണ്. നിങ്ങൾ ഏത് ഹാൻഡ് ആണ്? റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ? ആ റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് ഈ പറയുന്ന സ്റ്റേർണത്തിന് മുകളിൽ വെക്കണം. റൈറ്റ് ഹാൻഡ് ആ സ്റ്റേർണത്തിന്റെ ലൊക്കേഷൻ വെച്ച് 2 നിപ്പിളിന്റെ ഇടയ്ക്കുള്ള പൊസിഷനിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്മുടെ റൈറ്റ് ഹാൻഡ് ഹീല് വെക്കണം. ഹീല് വെക്കുന്നു. ഹീല് വെച്ച ശേഷം എന്റെ നോൺ ഡോമിനന്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഇതിനകത്ത് ക്രോസ് ചെയ്ത് പിടിക്കുന്നു. ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നു. കംപ്രഷൻ കൊടുക്കുമ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഷുഡ് ബി സ്ട്രെയിറ്റ്. നമ്മുടെ ഈ കൈ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഈ ഹാൻഡ് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും പ്രഷർ കൊടുക്കുന്നത് ഇവിടെ വെച്ചല്ല. പ്രഷർ ഈ കൈ കൊണ്ടല്ല നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. ദി പ്രഷർ ഷുഡ് കം ഫ്രം ദി ഷോൾഡേഴ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രഷർ വരേണ്ടത്. കാണിച്ചു. ഇവിടെ നിന്നാണ് പ്രഷർ വരുന്നത്. ഓർക്കേണ്ട കാര്യം, ഫസ്റ്റ് ലൊക്കേറ്റ് ചെസ്റ്റ് ബോൺ, ഈ പറഞ്ഞ സ്റ്റേർണം ലൊക്കേറ്റ് ചെയ്യുക, ഡോമിനന്റ് ഹാൻഡ് അതിന്റെ മുകളിൽ വെക്കുക, മറ്റേ നോൺ ഡോമിനന്റ് ഹാൻഡിലോട്ട് അത് ഇന്റർലോക്ക് ചെയ്യുക. ഇന്റർലോക്ക് ചെയ്തതിനു ശേഷം we need to give the compression. ആ കംപ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഷോൾഡേഴ്സിൽ നിന്നാണ് ആ കംപ്രഷൻ വരേണ്ടത്. പിന്നെ അടുത്ത പോയിന്റ്, നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു CPR ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് പ്രധാനമായിട്ട് 3-4 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, നമ്മൾ ഈ കംപ്രസ് ചെയ്യുമ്പോൾ ഞെക്കുമ്പോൾ അതിന്റെ ഡെപ്ത് ഉണ്ട്, അത് താഴ്ന്നു പോകേണ്ട സൈസ് ഉണ്ട്. ഏകദേശം ഒരു 5 സെന്റിമീറ്റർ താഴണം. ഓക്കെ, 5 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഈ കൊടുക്കുന്നതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റിൽ 100 to 120 ബീറ്റ്സ് എങ്കിലും വരണം. നമ്മളൊന്നും ചെയ്ത് ഇത് നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നത് കറക്റ്റ് ആണ്. കാരണം ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ നോർമൽ ആകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. നോർമൽ പേഴ്സണേജ് ഈ സൗണ്ട് കേൾക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ പാടില്ല, അത്യാവശ്യം സ്പീഡിൽ ചെയ്യണം. 5 സെന്റിമീറ്റർ ഡെപ്തിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടി, ഇത് കൊടുക്കാൻ വേണ്ടി. മാത്രമല്ല ഇത് കംപ്രഷൻ കൊടുത്തതിന് ശേഷം ഞെക്കിയതിന് ശേഷം ഞെക്കിയതിന് ശേഷം ഇത് ആക്ടിവേറ്റ് നമ്മൾ പതുക്കെ കൈ എടുക്കുക ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? ലങ്സ് തനിയെ വേണം എന്ത് ചെയ്യണം? റീകോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഞെക്കിയിട്ട് നമ്മളല്ല പൊക്കുന്നത്, നമ്മൾ ഞെക്കുന്ന മാത്രമേ ഉള്ളൂ. ലങ്സ് ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യുന്നത്, റീകോയിൽ ചെയ്യുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് എന്ന് പറയുന്നത് CPR ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പം മെയിൻ പോയിന്റ്സ് ഇതാണ്. ലൊക്കേറ്റ് ദി സ്റ്റേർണം, place the dominant hand over the sternum. അതിനുശേഷം we have to interlock with the non-dominant hand. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നു. ചെസ്റ്റ് കംപ്രഷന്റെ റേറ്റ് എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ ഏകദേശം 30 കംപ്രഷൻസ് കൊടുക്കണം. 30 കംപ്രഷൻസും 2 ബ്രസ്സും കൊടുക്കണം.
ഇപ്പൊ 30 കംപ്രഷൻസ് ആൻഡ് 30:2 ആണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഡെപ്ത് നമ്മൾ കൊടുക്കുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, 5 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ 120 ബ്രസ് പെർ മിനിറ്റ് അല്ലെങ്കിൽ 120 പെർ മിനിറ്റ് ആയിരിക്കും. 100 തൊട്ട് 120 റേറ്റ് ആയിരിക്കും നമ്മൾ സാധാരണ കൊടുക്കുന്നത്.